ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മളിന്ന് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 3-ാം വാക്യവും 22-ാം വാക്യവും. നമ്മളൊക്കെ മനുഷ്യജീവിതത്തിൽ പലപ്പോഴും ലോകത്തിൻ്റെതായ മക്കളാണല്ലോ. നമ്മളൊക്കെ തമ്പുരാൻ്റേതാണെന്ന് പറയുമെങ്കിലും നമുക്ക് എത്രത്തോളം തമ്പുരാനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. കാരണം മനുഷ്യ ജീവിതത്തിലെ ചില സുഖസൗകര്യങ്ങളോ സന്തോഷങ്ങളോ ചില ഇല്ലായ്മകളോ ഒക്കെ നമ്മളെ കീഴടക്കി കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകും പെട്ടെന്ന്. കാരണം നമ്മുടെ സന്തോഷങ്ങൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അപ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതരം ചിന്താഗതിയാണ് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുക. കാരണം ദൈവത്തോടുള്ള ഇഷ്ടം കുറയുക, ദൈവത്തോടുള്ള ആഗ്രഹം കുറയുക, ദൈവത്തെ കുറ്റപ്പെടുത്തുക, ദൈവിക പദ്ധതിക്ക് എതിരായി സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു. എന്നാലും ഒരു 40% 50% ആൾക്കാരും ആ ഒരു സങ്കീർണതയിൽ ജീവിക്കുന്നവരാണ്. ഇനി അതല്ലാതെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അമിതമായി സ്നേഹിക്കുകയും അമിതമായി ഇഷ്ടപ്പെടുകയും ദൈവിക പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിട്ട് ജീവിക്കുന്നവർ. അവരിങ്ങനെ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളോ തകർച്ചകളോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പലരോടും പറയും, ഞാനിങ്ങനെ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുകളില്ല, ഒരു കുഴപ്പങ്ങളില്ല, സുഖമായി പോകുന്നു എന്നൊക്കെ പറയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വീഴ്ചയോ തകർച്ചയോ വന്നു കഴിയുമ്പോൾ അവരും ഈ പറഞ്ഞതിൻ്റെ വേറൊരു അവസ്ഥയിൽ പോകും. അവർ ചിന്തിക്കുന്ന വേറൊരു തലത്തിലാണ്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, ഇത്രയൊക്കെ ഉപവസിച്ചു, ഇത്രയൊക്കെ കുർബാന കണ്ടു, എന്നും കുർബാനയ്ക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലും ഒക്കെ ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുന്നത് ഭയങ്കരമായി പോയി. അവരും ദൈവത്തെ ഉടനെ പിറുപിറുക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യും മാനസികമായിട്ട്. ചിലപ്പോൾ അവർ പൂർണ്ണമായി വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ കുറഞ്ഞ വിശ്വാസത്തിൽ ദൈവത്തെ കുറ്റപ്പെടുത്തി വരുന്ന ഒരു വിഭാഗവും കൂടുതൽ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് ചെറിയ ചെറിയ വീഴ്ചകൾ വരുമ്പോൾ തള്ളിപ്പറയുന്ന രണ്ട് വിഭാഗത്തിൽ വരുമ്പോഴും എന്ത് പറ്റും? ദൈവത്തിൽ നിന്ന് ആത്യന്തികമായി അകന്നു പോവുകയും മറ്റത് കുറ്റം പറയുകയും ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തിൽ തീക്ഷണയിൽ നിൽക്കുകയും ദൈവം എനിക്ക് അത് തന്നു ഇത് തന്നു എന്നൊക്കെ പറയുകയും പക്ഷേ ജീവിതത്തിൽ എപ്പോഴേലും ഒരു ഘട്ടത്തിൽ ഒരു വലിയ വീഴ്ചയോ തകർച്ചയോ വരുമ്പോൾ ദൈവത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് വരുന്നതുമായ ചില വിഭാഗം. ഒരു വിഭാഗം എന്തൊക്കെ തകർച്ചകൾ വന്നാലും എന്നും നിത്യവും ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും മാത്രമാണെങ്കിലും ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വിഭാഗം. അത് വളരെ ചുരുക്കം. അവർ പിടിച്ചു നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 3-ാമത്തെ വചനവും 22-ാമത്തെ വചനവും ഒക്കെ കേൾക്കുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ചോദിക്കാറുണ്ട്, ഭൂമിയിൽ പിശാചുണ്ടോ, പിശാച് പ്രവർത്തിക്കും, ഇതൊക്കെ ചുമ്മാ പറയുന്നതാ, മനുഷ്യനെ പറ്റിക്കാൻ പറയുന്ന, സമ്പത്തിന് വേണ്ടി പറയുന്ന എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി, വചനം മനസ്സിലാക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസി തീർച്ചയായും അതിന് പ്രാതിനിധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പിശാചിന് സ്ഥാനമുണ്ട് എന്നുള്ളതല്ല. ജീവിതത്തിൽ പിശാചിൻ്റെ സാന്നിധ്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ലോകത്തുണ്ടാകും, അവൻ്റെ പ്രവൃത്തികളിൽ ഉണ്ടാകും എന്ന് വചനം ഇഷ്ടം പോലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഈ വചനം. പൈശാചിക സാന്നിധ്യം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം മനുഷ്യൻ എപ്പോഴും ദൈവികമായ ആഴത്തിൽ ജീവിക്കുമ്പോൾ അവനിൽ പല പരീക്ഷണങ്ങളും പ്രേരണകളും തകർച്ചകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ തെറ്റിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊരു തെറ്റിലേക്ക് തന്നെ മനുഷ്യൻ പോകുന്നതും അവൻ്റെ അമിതമായ ആഗ്രഹങ്ങളും ആർത്തികളും അവനെ കീഴ്പ്പെടുത്തുന്നതും ചിലപ്പോൾ അവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന പാപമായി മാറും. അതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പെസഹയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മളെല്ലാവരും കുരുത്തോലയൊക്കെ എന്തി കുർബാനയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നവരാണ്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ് യൂദാസിൻ്റെ. ഈ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യൂദാസിൽ പിശാച് പ്രവേശിച്ചു. ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച് ക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്ത് ക്രിസ്തു തിരഞ്ഞെടുത്ത യൂദാസിൽ പിശാച് പ്രവേശിച്ചു. കാരണം എന്താണ്? ക്രിസ്തു കൊടുത്ത പദ്ധതികളെയോ ക്രിസ്തു ആരാണെന്നോ ക്രിസ്തുവിൻ്റെ ജീവിത ശൈലി എന്താണെന്നോ ക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നോ എന്നോ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഭാഗവത്തിൽപ്പെടും യൂദാസിൻ്റെ സ്വഭാവരീതി. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാനോ ക്രിസ്തുവിൻ്റെ പദ്ധതികൾ എന്താണെന്ന് ഉൾക്കൊള്ളാനോ ക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നോ ക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണെന്നോ ക്രിസ്തുവിൻ്റെ ജീവിതം എന്ത് വ്യക്തമാക്കുന്നു എന്നോ പഠിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല, കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല. പുള്ളി എന്നാൽ നല്ല വിശ്വാസിയായി മുന്നോട്ട് പോവുകയും ദൈവത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ വെക്കുകയും ചെയ്തു. പ്രതീക്ഷ പുള്ളിക്ക് വേണ്ടിയുള്ളായിരുന്നു.
വലിയ ഒരു അധികാരിയായി മാറുമ്പോൾ അവിടെ പണസഞ്ചിയൊക്കെ സൂക്ഷിച്ച് ജീവിക്കാമെന്നുള്ള പ്രതീക്ഷകളിലൊക്കെ ആയിരുന്നു പുള്ളി. പെട്ടെന്ന് പുള്ളിയെ നഷ്ടപ്പെട്ടപ്പോൾ പുള്ളി പൂർണ്ണനായി തകർന്നു പോയൊരവസ്ഥ. പുള്ളി എന്ത് ചെയ്തു? സമ്പത്തിന്റെ ആഗ്രഹം പുള്ളിയെ കീഴ്പ്പെടുത്തിയപ്പോൾ പുള്ളി ഈശോയെ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ തയ്യാറായി. അതേ സുവിശേഷത്തിൽ തന്നെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 22-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന്റെ ജീവിതം വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ കഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പച്ചയ്ക്ക് പറയുന്നത്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സ്വയം ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോകേണ്ടി വന്ന ഒരവസ്ഥ. ക്രിസ്തു ദൈവത്തിന് അറിയില്ലായിരുന്നോ ഇങ്ങനെ ഒരു കുരിശുമരണം താൻ സ്വീകരിക്കേണ്ട വരുമെന്ന്? അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഇത് ഏറ്റെടുത്തത്. പക്ഷെ അതിന് യൂദാസിനെ നിയോഗിച്ചിട്ടില്ലായിരുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാക്കാൻ അതാത് സമയത്ത് അതിനുവേണ്ടി രൂപാന്തരപ്പെടുന്നവരായിക്കൊള്ളും. പക്ഷേ ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന, ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന, ക്രിസ്തുവിന്റെ കൂടെ നടന്ന ക്രിസ്തു തിരഞ്ഞെടുത്ത യൂദാസ് അതിന് യോഗ്യനായിരുന്നോ എന്ന് യൂദാസ് തന്നെയായിരുന്നു മനസ്സിലാക്കേണ്ടത്. അവിടെ യൂദാസിന് അത് കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം ശ്രമിക്കുമ്പോൾ, ഈ വചനം മനസ്സിലാക്കുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളും തകർച്ചകളും ഒക്കെ കടന്നു വരുമ്പോൾ ഓർക്കണം, സർവ്വതും ദൈവികമായ പ്രവൃത്തികളുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കിപ്പുറത്തൊരു പൈശാചികമായ പ്രവൃത്തി ഭൂമിയിൽ ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തണം. ആ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ നമുക്ക് തന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെ. കാരണം ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യൂദാസിൽ പിശാച് പ്രവേശിച്ച് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അവൻ്റെ പ്രേരണ ഭൂമിയിൽ മൊത്തം ഉണ്ട് എന്നും നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്കൊരു ബോധ്യമായി കിട്ടുന്നതിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സ്വീകരിച്ചു കൊണ്ടാണോ ജീവിക്കുന്നതെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതിനെന്ത് ചെയ്യണം? വിശുദ്ധി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പൂർണ്ണമായിരിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശുദ്ധി. ഏത് രീതിയിലുള്ള പതർച്ചകൾ വന്നാലും, തകർച്ചകൾ വന്നാലും, മരണങ്ങൾ വന്നാലും ശരി, ഞാൻ എൻ്റെ തമ്പുരാനിൽ നിന്ന് വിട്ടു പോകൂല്ല എന്നുള്ള ഉറപ്പ് ഒരു മനുഷ്യൻ ആദ്യം ബോധ്യമുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവൻ ലോക ജീവിതത്തിൽ വില കൽപ്പിക്കുന്നവനാകരുത്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ വിശുദ്ധിയും വിശുദ്ധീകരണവും ഒക്കെ തകർക്കപ്പെടുന്ന പണം തന്നെയാണ്. എപ്പോഴും പണത്തോടുള്ള പീഡനമാണ് പലപ്പോഴും പല മനുഷ്യരും അമിതമായി ദൈവികതയിൽ നിന്ന് അകന്നു പോവുകയും, എന്നാൽ ചില സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ചില ആഗ്രഹങ്ങളെ അതിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും വർത്തമാനത്തിലൂടെ. ആ കുഴപ്പമില്ല, അങ്ങനെയായി. പക്ഷെ പ്രിയപ്പെട്ടവർ ഓർക്കണം, എവിടെയും ഒന്നാമൻ എന്ന് പറയുന്നത് പണത്തിൻ്റെ വലിയൊരു സ്വാധീനമാണ്. പണം നമുക്ക് വേണ്ട എന്നല്ല പറയുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പണം ആവശ്യമാണ്. അത് ദൈവം തരുന്ന ഒരു ദാനമാണെന്നും അത് ഈ ഭൂമിയിൽ നമുക്ക് നിലനിർത്താൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണെന്നും അതിന് അമിതമായ പ്രാതിനിധ്യം കൊടുക്കരുതെന്നും അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണെന്നും അത് നമ്മുടെ നിലനിൽപ്പിനും ജീവിതത്തിനും ഒക്കെ ആവശ്യം കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടെ ഉപയോഗപ്പെടുത്തേണ്ടതാണെന്നുമുള്ള ബോധ്യമൊക്കെ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുമല്ലോ, 10,000 രൂപയ്ക്ക് ഉള്ള വഴി തമ്പുരാൻ കൊടുത്ത 150 രൂപ എങ്ങനെ ആർക്ക് കൊടുക്കാൻ നീന്തിക്കുന്ന അല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതിൽ നിന്ന് അർഹതപ്പെട്ടത് പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി അത് കൊടുക്കേണ്ടവന് കൊടുക്കുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത് ഒന്നെന്നുള്ളത് 2ആയി വർദ്ധിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നിടത്ത് കൊണ്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് തന്നേക്കെന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോഴോ അല്ല. അത് വ്യക്തതയിലൊരു തീരുമാനം ദൈവികമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കും കൂടെ കഴിഞ്ഞുകൊണ്ട് അത് ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഈ പറഞ്ഞത് പണത്തിൻ്റെ ഭാഗം ഒരു വശം മാത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിശാചിനെ ട്രാക്ക് ചെയ്ത് മനുഷ്യരെ നശിപ്പിക്കാനും കഴിയുന്ന ഒന്നാമത്തെ ഉദാഹരണമാണ് പണത്തോടുള്ള അമിതമായ അവൻ്റെ ആസക്തി. പിന്നെ ആഗ്രഹങ്ങൾ, സഹിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ. പിന്നെ അടുത്തത് വരുന്ന അസൂയ, കുശുമ്പ്, ദേഷ്യം, വാശിയും വൈരാഗ്യം. പിന്നെ വരുന്ന ശരീരത്തിൻ്റെ ആസക്തികൾ, ആഗ്രഹങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നോയിമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ ദിനത്തിൽ നമ്മൾ യൂദാസിലൂടെ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം, ഇങ്ങനെയുള്ള ഏത് കുറവുകളാണ് നമ്മളെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ലൂക്കാ 22 യൂദാസിന് സംഭവിച്ചതുമാതിരി നമ്മൾ വലിയ പ്രാർത്ഥനക്കാരാ, പ്രാർത്ഥിക്കുന്നവരാ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നവരാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വയം നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ ജീവിക്കണമെന്ന് വിലയിരുത്താൻ വേണ്ടി ഈ നിമിഷത്തെയും ഈ വചനത്തെയും നമുക്ക് ഉപയോഗിക്കാം എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.